ഹേ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഐസ്ക്രീമിൻ്റെ ബോക്സ് കണ്ടിട്ട് ഇങ്ങനെ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ എന്തെങ്കിലും ഡെസേർട്ട് ഐറ്റംസ് ആയിരിക്കും, പക്ഷെ എല്ലാവരും ഞാൻ പറ്റിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബട്ടർ ചന മസാലേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മസാലയല്ല, കറി തന്നെ കേട്ടോ. ബട്ടർ ചന കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെള്ളക്കടല ഇതുപോലെ തന്നെ കുറച്ചധികം ഏതെങ്കിലും ഒഴിവുള്ള ടൈം നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ച് വെക്കലുണ്ട് കേട്ടോ. അപ്പം സാലഡ് ആയാലും നമുക്ക് പെട്ടെന്ന് കറി ആവശ്യത്തിനും എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തന്നെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് മാത്രം പകുതി എടുത്തിട്ടാണ് തന്നെ അതിന് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനത്തെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ചൂടായി വന്നാൽ ഇതിലേക്ക് ചെറിയ ജീരകവും അതുപോലെ തന്നെ വലിയ ജീരകവും ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക്, എരിവുള്ള പച്ചമുളകായതുകൊണ്ട് എന്നിട്ട് ഒറ്റൊന്ന് എടുത്തിട്ടുള്ളത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഒരു പിടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡ് ചില്ലിയില്ലേ, ഉണക്കമുളക്, അതും ഏകദേശം ഒരു 3-4 എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പച്ചമുളകും റെഡ് ചില്ലി എല്ലാം ഇടുന്നുണ്ടാണ് കേട്ടോ. ഞാൻ എരിവ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ഇടാൻ, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഒറ്റൊന്ന് മാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് എല്ലാം നല്ലൊന്ന് സോഫ്റ്റായിട്ട് വരികയും വേണ്ടിയിട്ട് ഓവർ കുക്കായിട്ട് വരേണ്ടൊന്നും ആവശ്യമില്ല, കാരണം ഇത് നമുക്ക് മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കി എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും, അതുപോലെ തന്നെ ചുവന്ന മുളക് പൊടിയില്ലേ, കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ പൊടികളും നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പൊടികളെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു പച്ചമണെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ബട്ടർ ചിക്കനും ബട്ടർ പനീർ മസാല എല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതിലും സെയിം പ്രൊസീജിയർ തന്നെ, ഇതിലും സെയിം മസാല തന്നെ. ഇതിൽ നമ്മൾ വെള്ളക്കടല വേവിച്ചിട്ട് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയിലിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട്, ഞാൻ ആദ്യം ഒന്ന് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തോട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി വേണം കേട്ടോ. കട്ടിയിലെ തേങ്ങാപ്പാലും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ചേർക്കാം. ഫ്രഷ് ക്രീം തന്നെയാണ് ഒന്നുകൂടിയും ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീമിന് പകരം തേങ്ങാപ്പാൽ ചേർക്കുന്നതേ ഉള്ളൂ. ഫ്രഷ് ക്രീം നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ കഴിയണമെന്നില്ലല്ലോ, എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല. അല്ലാണ്ട് ഞാൻ ഫ്രഷ് ക്രീമിന് പകരം തേങ്ങാപ്പാൽ, കട്ടിയിലെ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കറി ഒന്നും കൂടി ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ സെറ്റാക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കഷ്ണം ബട്ടറും അതുപോലെ തന്നെ പകുതി ഓയിലും പകുതി ബട്ടറും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വീണ്ടും നമ്മുടെ കാശ്മീരി മസാലയിൽ മുളക് പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് എണ്ണയിലൊന്ന് നമുക്ക് പൊടിയൊന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണം കളയാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ഉള്ളി തക്കാളി പേസ്റ്റില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളക്കടല, ഞാൻ പറഞ്ഞിട്ടില്ലേ വെള്ളക്കടല വേവിച്ചത് 2 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് കടല വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വേവിച്ച കടല ഇതിലേക്ക് ചേർക്കാം. വെള്ളത്തോട് ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിവാക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ കറി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചൂടാറുന്നതിനനുസരിച്ച് നല്ല കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഈ കറി നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വരും ചൂടാറുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഈ ഒരു ടൈം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈം ഉപ്പെല്ലാം നോക്കി നോക്കാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഗരം മസാല അതുപോലെ തന്നെ കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് അതുപോലെ തന്നെ നമ്മൾ മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്താൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കസൂരി മേത്തി ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഗരം മസാല മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കസൂരി മേത്തിയിലും ചേർത്താൽ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടില്ല ചന ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ ആൾ കാണുന്നുണ്ട് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും വരുന്നതുവരെ ഓക്കെ ബൈ.